പ്രിയപ്പെട്ടവരെ, നമസ്കാരം. ഞാൻ സി.പി. ഷാജി മുഹമ്മദ്. നമ്മുടെ ഗ്രാമങ്ങളിൽ ഉത്സവകാലമാണ്. ആ ഉത്സവകാലങ്ങളിൽ ഒത്തിരി കലയും കലാരൂപങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ വരാറുണ്ട്. അങ്ങനെയുള്ള ഒരു ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ചടങ്ങുകളിലും ആഘോഷങ്ങളിലും നിറസാന്നിധ്യമാകുന്ന ഒരു കലയാണ് ഗരുഡം പയറ്റ്. ഗരുഡം പയറ്റുമായി ഒത്തിരി ആചാരവിശേഷങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ അതൊരു കലയും കൂടിയാണ്. നമ്മുടെ ഈ പ്രദേശങ്ങളിലേക്ക് താലപ്പൊലി പോലുള്ള ചടങ്ങുകൾക്ക് ഗരുഡം പയറ്റ് കൃത്യമായുണ്ട്. പക്ഷേ കോട്ടയം ജില്ലകളിലേക്ക് മാറുമ്പോൾ അവിടെ ഗരുഡം പയറ്റ് മറ്റൊരു ആചാരത്തിലേക്ക് മാറുകയാണ്. പല സ്ഥലങ്ങളിലും പല രൂപങ്ങളിലാണ് ഗരുഡം പയറ്റിൻ്റെ ആ പ്രാധാന്യവും വിശ്വാസവും പോകുന്നത്. പക്ഷെ നമ്മുടെ ചേർത്തലയിൽ ആഘോഷങ്ങളും ചടങ്ങുകളും താലപ്പൊലി വഴിപാടുകൾ നടക്കുമ്പോൾ കൃത്യമായും ഗരുഡം പയറ്റുണ്ട്. അങ്ങനെ മനോഹരമായൊരു ഗരുഡം പയറ്റ് ഞാൻ ഇന്നലെ ആര്യക്കര ശ്രീ ഭഗവതിയുടെ തിരുസന്നിധിയിൽ ഞാൻ കാണുകയുണ്ടായി. ആ വീഡിയോയാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് സ്നേഹപൂർവ്വം ഞാൻ സമർപ്പിക്കുന്നത്. നമ്മുടെ സ്ഥലം എവിടെ? അരയങ്കാവ്. പേരെന്താ? നിരഞ്ജൻ. എത്ര വർഷമായി? 16 കൊല്ലം. 16 കൊല്ലം. നമ്മുടെ ആശാൻ കുട്ടപ്പൻ. ആര്യങ്കാവ് തന്നെയാണ്? അരയങ്കാവ് തന്നെയാണ്. നിങ്ങൾ എത്ര ടീം ഉണ്ടെന്ന് ഇപ്പോൾ? ഞാൻ ഇഷ്ടംപോലെ ഉള്ളുണ്ട്. ആണോ? ഈ അരയങ്കാവ് കേന്ദ്രീകരിച്ച് അവനെ ഞാൻ പഠിപ്പിക്കാം. എൻ്റെ ഇഷ്ടമാണ്. ആണോ? അല്ല, അരയങ്കാവ് കേന്ദ്രീകരിച്ച് തന്നെ ഒത്തിരി ആൾക്കാരുണ്ട്. അല്ല, ഏറ്റവും കൂടുതൽ നമ്മുടെ ഈ ഗരുഡം പയറ്റിൻ്റെ കൂടുതൽ പരിപാടി നടക്കുന്ന സ്ഥലം എവിടെ? കോട്ടയം. കോട്ടയം എവിടെയാണ്? കോട്ടയത്താണ്? കോട്ടയം ജില്ലയിലാണ് കൂടുതലായിട്ട് നടക്കുന്നത്. ആണല്ലോ, കേരളത്തിൽ കൂടുതലായിട്ട്. നിങ്ങൾ അവിടെ ഉണ്ടെന്ന് തോന്നുന്നു അല്ലെ? ഈ വെള്ളത്തിൽ മറ്റേ തൂക്കവും ആറ്റുവര. ഓക്കെ. അവിടെ കിടന്നൊക്കെ പറ്റിയില്ലേ?
നമ്മളെ സംഭവം മറ്റേ മധ്യവാളി ആര്യനെ കൊണ്ടുള്ളത്. അപ്പോൾ ഗരുഡൻ മഹാവിഷ്ണുവിൻ്റെ വാഹനമായ കാരണം അഹങ്കാരത്തിൽ പോയി കാണും. എന്നിട്ട് അതിന് വേണ്ടി ഈ യുദ്ധം ആരും കാണാൻ പാടില്ലല്ലോ. അപ്പോൾ കാണാതെ കൊല്ലും എന്നുള്ള ഇതിലാണ് പറഞ്ഞേക്കണം. അപ്പോൾ മഹാവിഷ്ണു വാഹനമായ കാരണം കൊല്ലാണ്ട് അവിടെ നിന്ന് വെടിച്ച് കെട്ടി വജ്രകാളിനെ എടുത്തിട്ട് കൊണ്ടുപോകണതാണിത്. അല്ല അവിടെ നിന്ന് ചോര കൊടുത്തിട്ട് വജ്രകാളിനെ പ്രീതിപ്പെടുത്തിയിട്ട് വഴിപാട് അവിടെ തീരുക. പോകണല്ലോ വജ്രകാളിൻ്റെ മുമ്പിൽ. അപ്പോഴത്തേക്ക് പോണ വഴി കാണാനെല്ലാം ഗരുഡൻ തകർത്ത പോകണം. ഗരുഡനാണ് ഭയങ്കര അഹങ്കാരിയാണ്. അപ്പോൾ പോണ വഴി വലിയൊരു പാമ്പിനെ കാണുക. അപ്പോൾ ഈ പാമ്പിനെ ഗരുഡൻ ആദ്യം ചെന്ന് അളക്കും. അപ്പോൾ മല പോലെയൊക്കെ ഇരിക്കുന്ന പാമ്പ ഭയങ്കര നീട്ടവും ഭയങ്കര ഉണ്ടാക്കുക. അതാണ് ഇങ്ങനെ നോക്കണം കാണിക്കുന്നത്. അങ്ങനെ ആ വലിയ പാമ്പിനെ ഗരുഡൻ്റെ കലി കൊണ്ട് സാധനത്തെ കൊത്തി മടക്കി വിജയത്തോടെ കൊത്തി മാലയെ കൊത്തി സന്തോഷിച്ച് ഉള്ളിൽ പോണതാണ്. അതാണ് മാല കൊത്തി. പ്രിയപ്പെട്ടവരെ, എൻ്റെ വീഡിയോ ഹൈടെക് ആശയങ്ങളും ചിന്തകളൊന്നുമല്ല. ഒരു നാട്ടിൻപുറത്തിന്റെ ഹൃദയത്തിൽ നിന്നും വിടർന്നു വരുന്ന പൂക്കളുകളുടെ സൗരഭ്യമുള്ള കുറേ കാഴ്ചകളാണ്. ആ കാഴ്ചകൾക്കൊരു സൗന്ദര്യമുണ്ട്, ആ കാഴ്ചകൾക്കൊരു സുഗന്ധമുണ്ട്. ആ കാഴ്ചകൾ നിങ്ങളുടെ മനസ്സിനും കണ്ണിനും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നും വരുന്ന അഭിപ്രായങ്ങൾ പറയുവാനും മടിക്കരുത്. എന്നോടൊപ്പം നിങ്ങൾ ഉണ്ടാകുമല്ലോ. അടുത്തൊരു വീഡിയോ കാണുന്നവരെ സ്നേഹപൂർവ്വം എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്മയുടെ നല്ല ദിനങ്ങൾ ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനകളോടെ നന്ദി, നമസ്കാരം.